നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശ്രീ സുബ്രഹ്മണ്യന്റെ ദിവ്യ സന്നിധിയായ പഴനിയുടെ ഉത്ഭവത്തിന്റെ കഥയാണ്. പഴനിയുടെ ഉത്ഭവത്തെപ്പറ്റി പ്രസിദ്ധവും അതുപോലെ തന്നെ വളരെ രസകരവുമായ ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് ഇന്ന് നമുക്ക് കേൾക്കാം. ഒരിക്കൽ കൈലാസപതിയായ ശ്രീ പരമേശ്വരന് നാരദ മഹർഷി ദിവ്യമായ ഒരു പഴം കൊടുത്തു. പുത്രന്മാരായ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും അരികിൽ വിളിച്ച് ആരാണോ ആദ്യം ലോകം ചുറ്റി വരുന്നത് ആ ആളിന് ആ പഴം കൊടുക്കും എന്ന് മഹാദേവൻ അരുളി ചെയ്തു. ഉടൻ തന്നെ തൻ്റെ വാഹനമായ മയിലിന്റെ പുറത്തേറി സുബ്രഹ്മണ്യൻ വിശ്വപ്രദക്ഷിണത്തിനായി തിരിച്ചു. അമിതവണ്ണവും കുടവയറും ഗജമുഖവുമുള്ള ഗണപതിക്ക് ലോകം ചുറ്റി വേഗം തിരിച്ചു വരിക അത്ര എളുപ്പമല്ലായിരുന്നു. തൻ്റെ ശാരീരിക പരിമിതി അറിയാമായിരുന്ന ബുദ്ധിമാനായ ഉണ്ണി ഗണപതി മാതാപിതാക്കളെ ഒരു തവണ വലം വെച്ച് തൃപ്തനായി മാതളപ്പഴത്തിന് കൈനീട്ടി. പ്രപഞ്ചപാലകനായ ശ്രീ പരമേശ്വരനും ജഗദംബികയായ ശ്രീ പാർവതിയും തന്നെയാണ് ലോകമെന്നും പ്രപഞ്ചം മുഴുവൻ പാർവതി പരമേശ്വരന്മാർ അടങ്ങിയിരിക്കുന്നു എന്നുമായിരുന്നു ഗണപതിയുടെ പ്രവൃത്തിയുടെ വ്യാഖ്യാനം. മകന്റെ ബുദ്ധിവൈഭവത്തിൽ സന്തോഷിച്ച മഹാദേവനും പാർവതിയും ദിവ്യമായ ആ പഴം ഗണപതിക്ക് തന്നെ കൊടുത്തു. അപ്പോഴേക്കും ലോകം മുഴുവൻ ചുറ്റിയ ശേഷം സുബ്രഹ്മണ്യൻ തിരിച്ചു വന്നിരുന്നു. മാതാപിതാക്കളുടെ പരീക്ഷണത്തിൽ പരാജിതനായതിൻ്റെ നിരാശ കാരണം കുമാരൻ എല്ലാം ഉപേക്ഷിച്ച് ആണ്ടിപ്പണ്ടാരമായി. ബാലനായ സന്യാസി എന്നാണ് ആണ്ടിപ്പണ്ടാരത്തിൻ്റെ അർത്ഥം. അങ്ങനെ മുരുകൻ ആണ്ടിപ്പണ്ടാരമായി മാറി. അങ്ങനെ കൈലാസത്തിൽ നിന്നും ദക്ഷിണ ദിക്കിലേക്ക് തിരിക്കാൻ തുടങ്ങിയപ്പോൾ പഴം നീയാണ് എന്ന് പറഞ്ഞ് പാർവതി പരമേശ്വരന്മാർ പുത്രനെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു. പഴം നീ എന്നതിൽ നിന്നാണത്രേ പഴനി എന്ന പേരുണ്ടായത്. അതിൻ്റെ ആത്മീയമായ അർത്ഥം നീ തന്നെയാണ് സകല അറിവിൻ്റെയും പൊരുൾ എന്നാണ്. പഴനിയുടെ ചുവട്ടിൽ തിരുവാവിനൽ കുടിയിലാണ് ബാലമുരുകൻ ദണ്ഡായുധപാണിയായി വിഭൂതിയും രുദ്രാക്ഷവും ധരിച്ച് വിരക്തിയുടെ അവതാരമായി ആദ്യം എത്തിയത്. ആ ക്ഷേത്രം ഇപ്പോഴും അവിടെയുണ്ട്. അവിടെ നിന്നുമാണ് സുബ്രഹ്മണ്യ സ്വാമി പഴനിമലയിൽ സ്ഥിരവാസമാക്കിയത്.